നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂസിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡേ ബ്ലോഗ്സ് ആണ്. നമ്മൾ രാവിലെ നേരത്തെ അനിച്ചിട്ടില്ല, ഇന്ന് ലേറ്റ് ആയി പോയി. ശ്രുതിക്ക് തീരെ വയ്യ, എനിക്ക് പനിയായിരുന്നു. ഇന്നലെയൊക്കെ ആകെ ഓക്കെ, എന്റെ ഹെൽത്ത് ഓക്കെ ആയപ്പോഴേക്കും എന്റെ പണിക്കൂടെ അങ്ങോട്ട് വാങ്ങിയിരിക്കുകയാണ്. ശ്രുതിക്ക് ഇപ്പോൾ പനിയായിട്ട് തീരെ വയ്യ, ചുമയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ശ്രുതിക്ക് കുറച്ച് കാലുകളുണ്ട് പനിയായിട്ടും. ഈ വയ്യാത്ത ശരീരം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാണ്, പക്ഷേ നമുക്ക് ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞത് ഭയങ്കര വാശിയാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആദ്യം സാധനം വാങ്ങാം. അതിനുവേണ്ടി നമുക്ക് നെടുമ്പോഴൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ബാക്കിയൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മളതൊക്കെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തും എല്ലാ കാര്യങ്ങളും അല്ലേ. എല്ലാ കാര്യങ്ങളും കുറച്ച് ഘട്ടം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വീഡിയോ കാണാം, ബാക്കി വിശേഷങ്ങളൊക്കെ. അതായത് ഞങ്ങൾ പല്ലേച്ച് ഫ്രഷ് ആവട്ടെ. ഞാൻ പല്ലേച്ച് ഫ്രഷ് ആയിട്ടില്ല. ശ്രുതി പല്ലേച്ചില്ലേ? ശ്രുതി പല്ലേച്ച്, ഞാൻ പല്ലേച്ചിട്ടില്ല. ഞാൻ പല്ലേച്ച് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് നമുക്ക് 10 മണിക്കൂർ ഇറങ്ങി 10 മണിയുടെ ബസ്സിന് കയറണം. അതിന് സമയത്ത് 9 ആയില്ലേ? സമയം 9 കാലമായി. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരുങ്ങാൻ തുടങ്ങിയാൽ 9:00 നമുക്ക് ഒരുങ്ങിയിട്ടൊന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. 10 മണിക്ക് ബസ് കയറി പോകാനുള്ളതാണ്. അപ്പൊ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതിനോട് ഓടണം. കമോ ശ്രുതി വീണ്ടും വന്ന് കിടക്കാണ്. ചുമയുണ്ട്. എന്റെ ചുമ അങ്ങനെ വാങ്ങി ഫുള്ളായിട്ട്. എനിക്ക് ചുമ ഫുള്ള് മാറിയിട്ടില്ല. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. തേങ്ങ ഹോസ്പിറ്റലിൽ പോകണ്ട. തേങ്ങയ്ക്ക് ഇന്ന് വൈകിട്ട് ചെറിയ പരിപാടി ഉണ്ട് കേസ്. ആണ് തേങ്ങ എന്തായാലും കുഴപ്പമില്ല ചിക്കനെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഞാൻ പോയി എന്തായാലും പ്രശ്നം ആവട്ടെ. സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ പണി പാടും. നീ ഡ്രസ്സ് മാറുന്നില്ലേ? ഞാൻ വരുമ്പോൾ ഡ്രസ്സ് മാറി നിൽക്കണം. നമ്മൾ ഇന്നലെ വന്നിട്ട് ഇവിടെ വൃത്തിയാക്കിയായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് ഇവിടെ കടിച്ചൊരു ഉള്ളു വൃത്തിയായി തീയിട്ട്, പിന്നെ ഇവിടെ ഫുൾ അടിച്ചായിട്ട് തെങ്ങിൻ്റെ സൈഡിൽ നിന്നും തീയിട്ടുണ്ട്. 2 സ്ഥലത്ത് തീയിട്ടുണ്ട്. തീയൊക്കെ ഇട്ട് ഇവിടെ വൃത്തിയാക്കി. പിന്നെ കുറച്ച് തീ നമ്മുടെ ഇവിടെ ഇട്ടായിരുന്നു. കിണറിൻ്റെ സ്ഥലത്തെ കരിയിലെ കുറച്ച് അടിച്ചോരിട്ടിട്ട് നമ്മൾ ഇവിടെ തീയിട്ടായിരുന്നു. നമ്മുടെ കിണറിൻ്റെ ചുറ്റിനും ഭയങ്കര കരിയിലായിരുന്നു. വല്ല പാമ്പ് പോലെ ഒന്ന് കിടന്ന് അറിയൂല, അതിന് മാത്രം കരിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ തീയിട്ടായിരുന്നു. ഇനി ഞാൻ വെള്ളം ഉണ്ട്. വെള്ളം ഇന്നലെ കോരിച്ച് വെള്ളം ഉണ്ടാവും. പല്ലേച്ച് ഫ്രഷായിട്ട് വെള്ളം നിറച്ചിട്ട് ഈ ബക്കറ്റിലുള്ളതായിട്ട് അങ്ങോട്ട് പോകണം. കിടന്ന് പോട്ടെ. രാവിലെ ഏതോ ഒരു കിളി വച്ചിണ്ടാക്കുന്നുണ്ട്. ആരാണോ പേര് എനിക്കറിയാൻ പാടില്ല. കാരണം ഇവിടെ എന്തൊക്കെ കിളികളുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ കിളികളുണ്ട് കേസ്. പനിയാണ്. എണ്ണ തേക്കേണ്ടതാണ്. ഞാൻ തലയിൽ തേക്കുന്നില്ല, മുടി മാസം തേക്കുന്നുള്ളൂ. എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മുടി ഒതുങ്ങൂല. അതാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ചേട്ടെ. തേക്കട്ടെ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടണം. സമയം എത്രയായി? 9 ആയി. ഈ സമയത്ത് ഇറങ്ങി ഓടിയല്ല 10 മണിക്ക് ബസ് കിട്ടുള്ളൂ. ലേറ്റ് ആവണ്ട തേങ്ങ. പെട്ടെന്ന് പനിയൊന്നും മുടിയൊക്കെ കുഴിയും. അതങ്ങനെയാണ്. പിന്നെ പ്രായം 19 ആകുമ്പോൾ നരക്കൊക്കെ ചെയ്യും. 45-50 വയസ്സായി ശ്രുതിക്ക്. അതോടെ കാര്യം. 90 ആയി. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഫ്രഷപ്പായി പോലെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സമയമായി 40 കഴിഞ്ഞു. 20 മിനിറ്റുള്ളിൽ പതുക്കെ നടന്നിട്ടാവും. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. പോയിന് ശരിയാവില്ല. എനിക്ക് നടക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ഞാൻ ഇട്ട് കിടക്കാത്തതുകൊണ്ട് എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ശരിയായിക്കോളൂ അല്ലേ ദിശു? അതാണ്. ഇതാ നമുക്ക് പോവാം ഗൈസ്. ഇവിടെ നടക്കാത്തതുകൊണ്ടല്ല, ഇവിടെ ഇഷ്ടംപോലെ നടന്നിട്ടുള്ളതാണ്. അതല്ല ഞാൻ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞ കേസ്. ചെരുപ്പ് കണ്ട് താഴെ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, അതാണ് ശരിയായിക്കോട്ടെ. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ മെഡിസിനൊക്കെ വാങ്ങിക്കണം. എന്തായാലും പെട്ടെന്ന് പോവാം. പിന്നെ സർപ്രൈസ് ആയിട്ടൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ പോകെ കാണും. വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിന് ഒരു സാധനം മേടിക്കാണ്ട് എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാം. അതാണ്. എന്തായാലും താഴെ എത്തട്ടെ ഗൈസ്. അധികം വീഡിയോയ്ക്ക് ലെങ്ത് ആക്കുന്നില്ല. ഓൾറെഡി വീഡിയോയ്ക്ക് ലെങ്ത് വരും, അതുകൊണ്ട് അധികം ലെങ്ത് ആക്കുന്നില്ല. പെട്ടെന്ന് പോട്ടെ. എന്തായാലും പെട്ടെന്ന് പോട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പാവം ബസ് അടിച്ച് ഫ്ലോയിൽ ഇങ്ങി കയറി വന്നു. അവിടെ നിന്ന് തിരിച്ചു പോവാത്ത അതാണ് നമ്മളെ 10ൻ്റെ ബസ്. ഇത് പരുത്തിക്കുഴി മെയിൽ ആണ്. നിങ്ങളിന്നതാ അസീകളാണ്. ആഹാ എന്തൊരു ടൂറ്. അപ്പം എന്തായാലും നമ്മളോടൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് എല്ലാം പോവുകയുണ്ട്. എന്നാലും നമുക്ക് ബസ് വന്നു. ഇനി പോവാം. എക്സാമൊക്കെ തുടങ്ങിയിട്ട് സ്കൂൾ പിള്ളേരും എല്ലാവരും ഉണ്ട്. കണ്ണൻ രാവിലെ പോയി. ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം ഉള്ളത് രാവിലെ 8 മണിക്ക് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എനിവേ നമുക്ക് ബസ്സിൽ കയറിയൊക്കെ പോവാം. നമ്മൾ വന്ന ബസ്സാണ്. നമ്മൾ വന്ന് ഇറങ്ങി ഇവിടെ നെടുമങ്ങാട് വന്ന്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം. എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ ശ്രുതി മെഡിക്കൽ ഷോപ്പിൽ മെഡിസിനൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. വാങ്ങിയിട്ട് വരട്ടെ. തിരക്കുണ്ട് അവിടെ.
ഞാനിവിടെ പുറത്ത് നിൽക്കാം. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നേരെ വന്ന് ബസ് കയറി ഇരിപ്പാണ് ഗൈസ്. 12:50 ബസ് എടുക്കും. അപ്പോൾ ഗൈസ് നമ്മളത് പരുത്തിക്കുഴി ജംഗ്ഷൻ എത്തി. അപ്പോൾ അതൊക്കെ നടന്ന് പോവാം വീട്ടിലേക്ക്. ശ്രുതിക്ക് ഇന്ന് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് ഗൈസ്. ശ്രുതി ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സാധനം വാങ്ങിക്കൊണ്ട് പോയത് മെയിനായിട്ടും. ശ്രുതി കൂടി ചെയ്യുക. ശ്രുതി ഇന്ന് വൈകിട്ട് ഡാൻസ് പ്രോഗ്രാമിൽ ചേർന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ഒരുക്കങ്ങൾ സാധനമൊക്കെ വേണം. അപ്പോൾ കുറച്ച് സാധനം നമ്മൾ വാങ്ങിക്കണം. അതിനുവേണ്ടി വാങ്ങിക്കാനൊക്കെ പോയി. പൈസ ചേച്ചി തരാമെന്ന് പറഞ്ഞ് തന്നാൽ മതിയായിരുന്നു. എന്നാൽ ജംഗ്ഷനിൽ നമ്മൾ നിൽപ്പാണ്. തേങ്ങ വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. എൻ്റെ പുന്നോ മടുത്തു ഗൈസ്. ചത്ത് മല കയറി ചത്ത്. ഞാൻ വന്നപ്പോൾ വിയർത്ത് ഒലിക്കുകയാണ് ശരിക്കും. ഭയങ്കര ചൂടാണ്, ഒട്ടും പറ്റുന്നില്ല. അത് മലകയറ്റം കൂടി അതിൻ്റെ ഇല്ല. വെയിലും മേത്തടിച്ചില്ലെങ്കിലും ചൂട് അന്തരീക്ഷത്തിലുണ്ടാവില്ല. പിന്നെ മലകയറ്റം കൂടി എല്ലാം കൂടി ആയപ്പോഴും ഒട്ടും വയ്യ. ഞാൻ കുറച്ച് ഫാൻ കാറ്റ് പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചാവും. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ജോലിക്ക് വന്ന് പറഞ്ഞ വീട്ടിലവിടെ പപ്പിയുണ്ട്. അപ്പം അവരവിടെ നിന്ന് കുറച്ച് അവർക്ക് പപ്പി കഴിക്കാത്ത കുറച്ച് സ്നാക്സ് തന്നു. അപ്പം അത് ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു ഹാഫ് മുറിച്ച് അവന് കൊടുത്തതാണ്. അവൻ തിന്ന് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കണം കുറച്ച് ടൈം എടുത്ത്. എന്തായാലും ഇവൻ വിഴുങ്ങിയത് നോക്കട്ടെ ഗൈസ്. ഞാനിതും കൂടി കൊടുക്കട്ടെ. അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് അവന് കൊടുക്കാം. ഇത് ഞാൻ പൂച്ച കിട്ടിയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. കഴിക്കട്ടെ. ഇപ്പം കഴിക്കുന്നുണ്ട്. ആരുടെ നല്ല സുഖം ഉറക്കണം ഗൈസ്. എനിക്ക് കിടക്കാൻ പറ്റില്ല, ഭയങ്കര തലവേദനയൊക്കെയാണ്. ഇങ്ങനെ ഇരിപ്പാ. കുറച്ച് കഴിയുമ്പോൾ കുളിച്ചിട്ട് പോവാം. താഴെ തേങ്ങ പൊരിക്കാണ്ട് പൊരിക്കുകയാണ്. ഇപ്പം വേണം നമുക്ക് കുറച്ച് നേരത്തെ. അപ്പോൾ അവർക്കാണ്ട് പൊരിക്കുകയാണ്. എന്ത് തേങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. ഫസ്റ്റ് തീരെ വയ്യ കേസ്. നാളെ തലവേദന കരുതായിരുന്നു. പിന്നെ ശ്രുതിക്കും തീരെ വയ്യാപ്പാനി. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പനി പകർത്തി നമ്മൾ നടക്കുന്നത്. ആണ് അവസ്ഥ. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ച് പനി ഹോസ്പിറ്റലിൽ കാണിച്ചാൽ നമ്മൾ രാവിലെ പോകണം. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഓൺലൈൻ ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ കൂടി എതിപ്പുണ്ട്. എനിക്ക് എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർന്നു പോയി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ വീണ്ടും രണ്ടുപേരും കഴിച്ചു. ഇവിടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഓടിപ്പോയിട്ട് കുളിച്ച് താഴെ എത്തണം. അപ്പോൾ ഓടട്ടെ. എല്ലാം മന്തി കൊണ്ട് പോകും തേങ്ങ. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി ഇതേ പോവുകയാണ് ഗൈസ്. ബസ് കിട്ടിയാൽ മതിയായിരുന്നു. ഓടയാണ്, താമസിച്ചു പോയി. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് മേക്കപ്പിനാണ്. പോകാം ഗൈസ്. ഒരുങ്ങിന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇത് അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി നടന്നിറങ്ങി താഴെ എത്തി ഗൈസ്. ഓടട്ടെ, ബസ് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇനിയും പോവാണ്ട്. താഴെ വീടെത്തിയെന്നേ ഉള്ളൂ. ശരത്തേട്ടൻ്റെ വീടെത്തിയ അവിടെ എത്തിയതേ ഉള്ളൂ. ഇനിയും പോവാട്ടെ, പോകാം. നമ്മൾ ഇവിടെ എത്തിയതേ ഉള്ളൂ കേട്ടോ. ഈ റബ്ബർ കാർഡ് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനിയും പോവാണ്ട്. തക്കട് നമ്മളെ കണ്ടപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് ഓടി. ഇനി അവിടെ കാണാത്തോണ്ട് ഇവിടെ വരും കഴിച്ച്. ഞാൻ കാണിച്ചു തരാം. കണ്ട അസടം മാങ്ങ നുള്ളി പിറക്കണ്. ഇപ്പൊ നമ്മളെ കാണാത്ത തക്കട് ഇവിടെ വരും. നോക്കിക്കോ. എന്താ 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 ആടിയാണ് കുരയ്ക്കണ. മാങ്ങ അത് ചീഞ്ഞ മാങ്ങയൊക്കെ എടുത്തേക്കില്ല. വാ വാ. ഇവിടെ പിള്ളേർക്കൊന്നും പരീക്ഷ എത്തിയിട്ടില്ല. നമ്മൾ പോകുന്ന ബസ്സിൽ അവർ വരുള്ളൂ. തക്കുടീന് ഇപ്പുറത്തു കൂടി ഒക്കെ ഓടും. എവിടെ വേണ്ട കാണാത്തോണ്ട് നമ്മളെന്തായാലും പോകട്ടെ. അങ്ങനെ നമ്മൾ പരുത്തിക്കുഴി നമ്മുടെ ടൗണിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കൃഷ്ണൻകോയിലാണ്. ആണ്. പിന്നെ നിങ്ങളെ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ജംഗ്ഷൻ, ഞങ്ങൾക്കില്ലേ? അവൻ എപ്പോഴും ട്രോളാണ് പരിപാടി. അവൻ എവിടെ നിന്ന് ഇടി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അവന് നമ്മളെ നാടിൻ്റെ അടുത്തൊരു പുച്ഛമാണ്. പിള്ളേർ തന്നെ പരീക്ഷയെ കഴിഞ്ഞ് പറഞ്ഞു. എന്തായാലും ഇനിയിപ്പം നേരെ പോയിട്ട് ബസ് സ്റ്റോപ്പിലിരിക്കാം. ബസ് വർത്തു. നമ്മളിത് ഇതുവരെ അയച്ചിട്ടില്ല. നല്ല അയക്കട്ടെ. ബസ് മിസ്സായി. ബസ് പോയി നോക്കി
4:15 പോണ ബസ്സാണ്. പക്ഷേ 3:57 ഇപ്പോൾ പാസ്സായി പോയി തുടങ്ങി. അങ്ങനെ ബസ് പോയി. അപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ പോവാണ്. മറ്റൊരു സ്കൂളിൽ പോകണം. അവിടെ വെച്ചിട്ടാണ് മേക്കപ്പ് കാണാനൊക്കെ. നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ലേറ്റായി പോയി എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മളിത് മറ്റൊരു സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് അവർക്ക് മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം അങ്ങോട്ടേക്ക്. നീ എത്ര പോയില്ലേ? ബസ്സിൽ പോയില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഗൈസ്. ഇവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോണത്. നമുക്ക് നടന്നു പോവാം. കുറെ പോകണ്ട ദൈവമേ. ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാണെന്ന് പറഞ്ഞു. ആരുടെ വീട്ടിലാണ് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ വെച്ചു സ്കൂളിലാണ് ചോദിച്ചു. സ്കൂളിലല്ല, ഇവിടെ ആരുടെ വീട്ടിലാണ് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് തേങ്ങയ്ക്ക് തൂക്കാനുള്ളത്. തെയ്യം തേങ്ങ ഇതോടെ നോക്കൂലേ? ഇത് നോക്കൂലേ? ഇത് സിമ്പിളായിട്ട് നോക്കാല്ല. വലിയ വെയിറ്റുണ്ടാ? വലിയ വെയിറ്റ് ഒന്നുമില്ല. നിനക്ക് ഇത് തന്നെയാണോ? ഓ ഡ്രസ് ഉണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പം? ഇത് രാധയല്ലേ മേക്കപ്പ് ചെയ്ത്? ദേവിയാണ്. ദേവി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ഗൈസ് ശ്രുതിക്ക് ഒരു ഷിമ്മി വേണം. ഇവിടെ അടുത്തുള്ള കടകളുണ്ട്. നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ കൂടി പോകണം. കിട്ടിക്കഴിഞ്ഞ് രക്ഷപ്പെട്ട് ഇതേ പണിയാവും. തേങ്ങയുടെ സിറ്റിയിലെ തുണിക്കട ഇവിടെയാണ് ഗൈസ്. ഒരു ചെറിയ തുണിക്കടയുണ്ട്. ഓ ഫാഷൻ ക്ലബ്ബ്, ഫാഷൻ ഹബ്ബാ. ഇവാനിയ ഫാഷൻ ഹബ്ബ് വിളമലിക്കൽ. ലേഡീസ്, കിഡ്സ്, ജെൻസ് വിയർ, ഫാൻസി ഐറ്റം എല്ലാം ഉണ്ട്. പോയി നോക്കട്ടെ തേങ്ങയ്ക്ക് ആവശ്യസാധനം കിട്ടുമെന്ന്. തേങ്ങയുടെ സിറ്റിയിൽ നിന്ന് തേങ്ങയ്ക്ക് ഒരു ഷിമ്മി കിട്ടിയിരിക്കുകയാണ്. പക്ഷെ റെഡല്ല, അത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ നിശ്ചയോ? ലൈറ്റ് റെഡ് പോലെയൊക്കെ. പക്ഷെ റെഡല്ലേ, കുഴപ്പമില്ല. ഷിമ്മിയല്ലേ, അതിൻ്റെ മുകളിൽ കൂടെ വേറെ ഡ്രസ്സ് ഇടുമല്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഷോളും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല അല്ല നിശു? എന്താണ് തേങ്ങയുടെ സിറ്റിയിൽ ഡ്രസ്സൊക്കെ കിട്ടും ഗൈസ് ഇതുപോലെയൊക്കെ. അങ്ങനെ മേക്കപ്പ് ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഞാനിവിടെ ഹാഫ് മേക്കപ്പ് ചെയ്തു ഗൈസ്. ക്രിസ്തുണ്ടും തേങ്ങി മേക്കപ്പ് ഇട്ടിരിക്കുകയാണ്. മേക്കപ്പ് കഴിഞ്ഞ് ഇനിയും ചെയ്യാണ്ട് മേക്കപ്പ് തീർന്നിട്ടില്ലല്ലോ. ഇനി ചെയ്യാല്ലേ? കൃഷ്ണനെ വിളിക്കും. ഒന്നുകൂടി ഫോട്ടോ എടുക്കട്ടെ. വരും. ഫോട്ടോ എടുക്കാൻ പറ. ഇതാണ് ഗൈസ് ഒരു തെയ്യം. ഈ 2 തെയ്യം ഉണ്ടെന്ന് കളിക്ക്. ഒന്ന് ആലാപും ഒന്ന് തേങ്ങയാണ്. ആലാപും കൂടെ പ്രാക്ടീസ് ചെയ്യാണ്. എല്ലാവരും ഇറങ്ങി ഗൈസ്. എല്ലാവരും ഇറങ്ങി. ഒരു തെയ്യം വന്ന് നിൽപ്പുണ്ട്. ഇത് തേങ്ങ വരുന്നത്. തേങ്ങയുടെ ഒരിക്കലൊക്കെ കഴിഞ്ഞാ സെറ്റായാ? ആണോ? മാല ഇടണോ? ഓ മറ്റേ പൂമാല. പോവാ എല്ലാവരും എടുത്തല്ല. ഇനി വേറൊന്നുമില്ല. ഫോട്ടോ എടുക്കണം പിന്നാലും. തീർന്ന് അപ്പോൾ എല്ലാ സ്ഥലങ്ങളായിട്ട് കാറിൽ പോകണം. ഞാനും സാംചേട്ടനും കൂടി ഇതും പിടിച്ചിട്ട് വണ്ടിക്ക് പോകുന്ന വെച്ചിരിക്കുകയാണ്. സാംചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്ന വെച്ചിരിക്കുകയാണ്. എന്തായാലും വൃത്തിയോടെ കയറിയുള്ളൂ. ഇനി എല്ലാവരും ഒരു പ്രാവശ്യം ഇട്ട് പഠിക്കണം തോന്നുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരുത്തനും ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്തായാലും ഒരുക്കട്ടെ. ഇവിടെയാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് പ്രോഗ്രാം തുടങ്ങാറൊക്കെ ആയി. ഇവരുടെ കൈകൊണ്ട് വെയിറ്റിംഗ് ആണ് നമ്മൾ. ഇവിടെ ആനൊക്കെ എൻ്റെ ഫോം വായിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ മേക്കപ്പ് ഇട്ടിട്ട് അപ്പോൾ ഈ സ്റ്റേജിലാണ് ഗൈസ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം. ആളാണ് അമ്പലം. കാണാൻ എല്ലാവരും പരിപാടി തുടങ്ങുമ്പോൾ പ്രിപ്പറേഷനിലാണ്. നടക്കട്ടെ പെട്ടെന്ന് തോന്നും. അപ്പോൾ ഇതാണ് ഗൈസ് വേറെ ടീം. കുറേ ആൾക്കാരുടെ കേസ് പ്രോഗ്രാം കാണാനായിട്ട്. ഇനിയും കുറേ ആളുകൾ നിൽപ്പുണ്ട്. അവരൊക്കെ പ്രോഗ്രാമോട് ഓടി വരും. പ്രശ്നം എന്ന് വെച്ചാൽ ശ്രുതി കുറേ വർഷങ്ങൾക്ക് ശേഷം അവൾ ഒരു പ്രോഗ്രാം ഇത്ര ആളുടെ മുന്നിൽ കളിക്കാണ്ടൊക്കെ പോകുന്നത് ഡാൻസൊക്കെ. അതിൻ്റെ ടെൻഷൻ ശ്രുതിക്കുന്നുണ്ട്.
പിന്നെ കുഴപ്പമില്ല. എന്തായാലും നോട്ടെ. ശ്രുതി നോക്കിക്കൊണ്ട് ശ്രുതി അവിടെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ അപ്പുറത്ത് ഒരു വീഡിയോ എടുക്കുന്ന കാര്യം ചെയ്യട്ടെ ഗൈസ്. ഇപ്പോൾ ആളുള്ള അതിലിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന ഇച്ചിരി പണിയാണ്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. പക്ഷേ എവിടെ പോയി നിൽക്കുമെന്ന് ഇവിടെ ഇല്ല. ഞാൻ സ്ഥലം കണ്ടെത്തണം അതിൻ്റെ ഉള്ളിലാണെങ്കിലും. ഇവരുടെ പ്രോഗ്രാമൊക്കെ തീർന്നു ഗൈസ്. ഡാൻസൊക്കെ നമ്മൾ ആടിയിട്ടുണ്ട്. പക്ഷേ കോപ്പറേറ്റ് അടിച്ചാൽ മിക്കവാറും പാട്ടൊക്കെ വേറെ വേറെ പാട്ടായിരിക്കും വരിക. എല്ലാവരും ക്ഷമിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇഡ്ഡലി സാമ്പാറാണ് എല്ലാവരും കഴിച്ചോ. നമ്മളെ ടീം എല്ലാവരും കഴിക്കുന്നുണ്ട്. കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഗൈസ്. വേറെയും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഘോഷയാത്ര ഇപ്പോഴും എത്തിയിട്ടില്ല. ഘോഷയാത്ര എത്താൻ വേണ്ടി ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ നിൽക്കില്ല, നമ്മൾ പോവാണ്. ഡ്രസ്സ് മാറാൻ വേണ്ടി ബാത്റൂം പോയിരിക്കുക. ഡ്രസ്സ് മാറിക്കൊണ്ട് പോരും. ഇവിടെ ഒരു കലക്കാൻ പട്ടിയിരിപ്പുണ്ട് ഗൈസ്. ഇവൻ ക്രോസ്ഡ് ആണ് എന്ന് പറഞ്ഞത്. ശ്രുതി അങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. തേങ്ങ നിന്നെ കാണുന്നില്ല, നീ ഇപ്പുറത്തേക്ക് ഇരുട്ടത്ത് നിൽക്കുമ്പോൾ നിന്നെ കാണുക. ആ ശ്രുതിയുടെ മോഹൻ റോം പേടിച്ചു പോയി തോന്നുന്നു. അതാ എടുക്കാത്തത്. നിന്റെ മോഹൻ ചോന്നിരിക്കണമെന്നൊക്കെ.
പക്ഷെ എന്തായാലും കൊള്ളാം, അടിപൊളി. ഇവൻ വേറെ ഏതൊരു നായായിട്ട് ക്രോസ് ആയതാണ് കേസ്. കണ്ടോ ഡാൽമേഷനെ പോലെ ബ്ലാക്കും വൈറ്റ് ആയിട്ട് ഇരിക്കണത്. അത് അടിപൊളി ലുക്ക് തന്നെ കാണാൻ. ആ ഇനി അടുത്ത ചെള്ളായിട്ട് വാട്ടാ. ആ ഇതേ കേസ് എല്ലാവരും ഇറങ്ങി, ശ്രുതിയൊക്കെ ഇറങ്ങി, ഇവരൊക്കെ കാറിൽ പോകണം. ഞാനും സാബ്ചേട്ടൻ വണ്ടിക്കരാണ് ഇവരുടെ പുറകെ. അപ്പോൾ കേസ് ഞാനും സാബ്ചേട്ടൻ കുടിക്കുന്നത് അവിടെ ബൈക്കിൽ പോവാം. ബൈക്കല്ലേ. അങ്ങനെ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി ജലധർ ചേട്ടനും ലക്ഷ്മി ചേച്ചി അല്ലേ അവരാണ് വന്നായിരുന്നു. അങ്ങനെ അവർ നമ്മൾ കൊണ്ടാക്കി തന്നു കാറിൽ. ശ്രുതിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. സമയം ഏകദേശം എത്ര മണിയായി? 10:45 അത് വേറെ കാര്യം. എനിക്കും ഇഷ്ടം ഇല്ല, ഞാൻ ഈ ശ്രുതിയുടെ ഫോണിൽ ടോർച്ച് അടിച്ച് പോട്ടെ, വലിയ പണിയാവും. പോയിട്ട് കാണാം ഗൈസ്, ബാക്കി വിഷയം പോയിട്ട് പറയാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നത് ഗൈസ്. ശ്രുതി വീട് തുറക്കട്ടെ. നമ്മൾ രാത്രി 11 മണിയപ്പോൾ വീട് എത്തിക്കഴിഞ്ഞു. നാളെ നമുക്ക് ഫുൾ റെസ്റ്റാണ് ഗൈസ്. അല്ലേ ദിശു? നാളെ റെസ്റ്റ് അല്ലേ? നാളെ പരിപാടി ഉണ്ടോ? അങ്ങനെ ഇന്നത്തെ ശ്രുതിയുടെ ദിവസം തെയ്യത്തിൻ്റെ വേഷം. ഇനിയിപ്പോൾ ക്ലീനുണ്ട്, ഇത് ക്ലീനിട്ട് കിടക്കാനായിട്ട്. അതോടെ കാര്യം ഫേസൊക്കെ കഴുകി വൃത്തിയാക്കണം ശ്രുതി. അപ്പോൾ ശ്രുതിനെ കാണുന്നില്ല കേട്ടോ, എപ്പുറത്തൊന്നും കണ്ടിട്ട് ഇപ്പം കാണുന്നുണ്ട്. ഇതൊക്കെ വൃത്തിയായിട്ടാണ് കിടന്ന് തുടങ്ങാനായിട്ട് നിശു. ഇതെല്ലാം ഫുള്ള് ഇനി സോപ്പിട്ട് തേച്ച് കഴിക്കുക. അരച്ച് ചകിരിയൊക്കെ എടുത്ത് വെച്ച് തേച്ചരച്ച്. ഏറ്റവും പ്രശ്നം വെച്ചാൽ ബ്ലോഗ് എടുത്തപ്പോ ഇൻസ്റ്റയില് വീഡിയോ എടുക്കാൻ വേണ്ടി 90% ചാർജ് ആക്കിയിട്ടാണ് അസിന്റെ തന്നത്. എന്നിട്ട് അസൻ എന്ത് ചെയ്തു? എന്റെ ഫോണില് ഫുൾ ബ്ലോഗ് എടുത്ത് തന്നെ ഷോ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഡാൻസിന്റെ ഫുൾ വീഡിയോ എടുത്ത് എന്റെ ഫോണിലാണ്, നിന്റെ ഫോണിലല്ല. അത് ഈ ഫോണിലേക്ക് ഞാൻ സെൻഡാക്കി എടുക്കണം. പിന്നെ മിഷയ്ക്ക് സെൻഡ് നോക്കണം, ഓർക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷത്തോട് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങട്ടെ. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇവരുടെ ഡാൻസ് വീഡിയോ ഒക്കെ ചിലപ്പോൾ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റ് അടിച്ചാൽ വേറെ വല്ല മ്യൂസിക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. കണ്ടിട്ട് എല്ലാവരും തെറി വിളിക്കരുത്, ക്ഷമിക്കുകയല്ലേ ഗൈസ്. കോപ്പിറൈറ്റ് അടിക്കേണ്ടി വരില്ല, വേറെ ഒന്നും തോന്നരുത്. പുതിയൊരു വീഡിയോ ബൈ.